ഹാനോക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ അവനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാലും അവൻ മക്കളെ ഒരുമാതിരി കാര്യമായിട്ട് തന്നെ വളർത്തിയെന്ന് എൻ്റെ ചിന്ത. കോമ്പറ്റിറ്റീവായിട്ടൊന്നും വളർത്തി കാണത്തില്ല. അതുകൊണ്ടാണല്ലോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നത് മെതുശലേഹാണെന്ന് നമുക്കറിയാം, ഇല്ലേ? മെതുശലേഹ 969 സംവത്സരം. പട്ടിണിയായിരുന്നെങ്കിൽ അവൻ അത്രയും വർഷം ജീവിച്ചിരിക്കത്തില്ലല്ലോ. പട്ടിണിയൊന്നും അല്ലല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മക്കളെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തുക എന്നുള്ളതല്ല, ആത്മീകരായി വളർത്തി, സ്പിരിച്വലായിട്ട് വളർത്തി. നമ്മളെല്ലാം കോമ്പറ്റിറ്റീവായിട്ട് പിള്ളേരെ വളർത്താനാണ് നോക്കുന്നത്. ചിലപ്പം ഞാൻ ഈ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കൊച്ചമ്മമാരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയും, സാറേ നമുക്ക് ഇക്കാലത്ത് അങ്ങനെയൊക്കെ പിള്ളേരെ വളർത്താൻ പറ്റുമോ ആത്മീയരായിട്ടൊക്കെ? ഇറ്റ്സ് എ കോമ്പറ്റിറ്റീവ് വേൾഡ്, റൈറ്റ്? ഇത് ഭയങ്കര കോമ്പറ്റിറ്റീവായിട്ടുള്ളൊരു ലോകമല്ലേ. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തണ്ടേ? ഞാൻ പറയും, അവരെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തിയാൽ അത് അവരാദ്യം കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളോട് തന്നെ ആയിരിക്കും. അതാണല്ലോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അമ്മനെ നോക്കാനൊന്നും ആരും ഇല്ലല്ലോ. കോമ്പറ്റിറ്റീവായിട്ട് വളർത്തിയതാണ്. അവനൊക്കെ അവൻ്റെ കാര്യം നോക്കിപ്പോയില്ലേ. ആത്മീകരായി വളർത്തിയാൽ അവർ നന്നായിട്ട് വളരുകയും ചെയ്തോളും. അതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പട്ടിണി കിടക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്പിരിച്വലായിട്ട് വളരണം, ആത്മീകരായി വളരണം. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് വിശ്വാസത്താൽ, നമ്മൾ എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ ഹാനോക്കിൻ്റെ കാര്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ലാമക്കിനെ കുറിച്ച് മക്കളെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തി എന്ന് പറയുമ്പോൾ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് അവൻ ഒറ്റ ചിന്തയുള്ളൂ. നാട്ടുകാർ പറയാൻ തുടങ്ങി, അവനാകെപ്പാടെ ഒരു ചിന്തയുള്ളൂ, വല്ല വിധേനയും ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന് എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് സാക്ഷ്യം പ്രാപിക്കുന്നത് പലപ്പോഴും പിന്നെ നമ്മളൊന്നും പറയത്തില്ലല്ലോ. ഞാനിങ്ങനൊരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരു ചേട്ടനും ഉണ്ട്, അനിയനും ഉണ്ട്. രണ്ടും പുരോഗതരികിടകളാണ്. വഴക്കും അടിയും പിടിയും ബഹളവും, ഇച്ചിരി ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുപിടുത്തവും എല്ലാം, ഇല്ലാത്തതൊന്നുമില്ല. അതുപോലെ മോശപ്പെട്ട രണ്ട് പിള്ളേർ. അപ്പോൾ ഇതിനകത്ത് മൂത്തവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇളയവൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ചോ എൻ്റെ ചേട്ടൻ മരിച്ചു. അച്ഛൻ പറഞ്ഞു, ഇപ്പോഴേ മരിച്ചുള്ളല്ലോടാ. അച്ഛൻ്റെ സാരോപദേശം കേൾക്കാനൊന്നുമല്ല ഞാൻ വന്നത്. അച്ഛൻ എൻ്റെ ചേട്ടനെ അടക്കണമെന്ന് പറയാനാ. അടക്കാം, എന്തോ ചെയ്യാനാ, മാമോദീസ വെള്ളം വീണതല്ലേ, അടക്കാതിരിക്കാൻ പറ്റും. അങ്ങനെ വെറുതെ അടയ്ക്കാൻ പറ്റത്തില്ല. അച്ഛൻ പ്രസംഗിക്കണം. ഞാൻ എന്തോ പ്രസംഗിക്കേണ്ടത്? എൻ്റെ ചേട്ടൻ വളരെ നല്ലവനായിരുന്നു എന്ന് പ്രസംഗിക്കണം. അച്ഛൻ പറഞ്ഞു, ഇവിടെ നാട്ടുകാർക്കെല്ലാം അറിയാവില്ല. അച്ഛാ, എന്നോട് അധികം വർത്തമാനം പറയരുത്, എൻ്റെ ചേട്ടനെ മരിച്ചുള്ളൂ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. അച്ഛൻ അവിടെ വന്ന് എൻ്റെ ചേട്ടൻ നല്ലവനാണെന്ന് പ്രസംഗിച്ചില്ലെങ്കിൽ രണ്ടിനെയും കൂടെ ഞങ്ങളുടെ കുടിയിലിടുന്നു. അതിന് മടിയില്ലാത്തവനാ. അച്ഛൻ ഏതാണെങ്കിലും അടക്കാൻ വന്നു. അടക്കാന്നതിന് മുമ്പ് ഒരു പ്രസംഗിച്ചു. അച്ഛൻ പറഞ്ഞു, ഈ കിടക്കുന്ന ഇവനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവില്ല, ഇവനെ പോലൊരു ഭൂലോക തല്ലിപ്പൊളി ലോകത്തിലുണ്ടായിട്ടില്ല. ഇവൻ എന്തൊക്കെയാ കാണിച്ചു വെച്ചത്, അവൻ്റെ ജീവിതം മുഴുവൻ എന്ന് പറഞ്ഞ് ഇവൻ കാണിച്ചിട്ടുള്ളതെല്ലാം അച്ഛൻ അങ്ങ് പ്രസംഗിച്ചു. അപ്പൊ അനിയൻ അവിടെ നിൽക്കുക. അനിയൻ വിളിച്ചു, അച്ചോ. ഉടനെ അച്ഛൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിലും ഇവൻ്റെ അനിയൻ ഇവിടെ നിൽപ്പുണ്ട്. അവനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ എത്ര നല്ലവനായിരുന്നെന്ന് ഞാൻ ഓർക്കുക. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, മരിച്ചു കഴിയുമ്പം
നമ്മളെല്ലാം നല്ല കാര്യമായിരിക്കും പറയുന്നത്. പക്ഷേ ഹാനോക്ക് മരിക്കുന്നതിന് മുമ്പ്, എടുക്കപ്പെട്ടതിന് മുമ്പ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് സാക്ഷ്യം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് നാട്ടുകാരെന്താ പറയുന്നത്? അവനൊരു ദ്രവ്യാഗ്രഹിയാണെന്നോ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണോ നമ്മളെക്കുറിച്ച് പറയുന്നത്? അവനാകപ്പാടെ ഒറ്റ കാര്യമേ ഉള്ളൂ, വല്ലവിധേനയും ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും അവനില്ല എന്ന് നമ്മളെക്കുറിച്ച് നാട്ടുകാർ പറയുമോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിച്ചിരിക്കുമ്പോൾ സാക്ഷ്യം പ്രാപിക്കണം, മരിച്ചു കഴിഞ്ഞിട്ടല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാക്ഷ്യം പ്രാപിക്കണം. ഹാനോക്കിൻ്റെ പ്രത്യേകത അതായിരുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ കണ്ടു. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിൽ വായിച്ചു നിർത്തുന്നതായ കാര്യം 22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരം, അല്ലെങ്കിൽ 22-ാമത്തെ വാക്യത്തിൽ മെഥൂശലഹനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. നോർമൽ ലൈഫാണ് അവൻ നയിച്ചത്, നോർമൽ ലൈഫാണ്. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അബ്നോർമാലിറ്റിയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഹി വാസ് ലിവിങ് എ നോർമൽ ലൈഫ്. നോർമൽ ലൈഫ് തെറ്റൊന്നുമല്ല. വിവാഹം കഴിക്കുന്നത്, മക്കളെ ജനിപ്പിക്കുന്നത്, മക്കളെ പുലർത്തുന്നതും, നമുക്ക് കുഞ്ഞുണ്ടായാൽ, ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തന്നാൽ, വിവാഹം കഴിക്കണ്ടെന്ന് തീരുമാനിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട്, അത് വേറെ. അങ്ങനെ വിളിക്കപ്പെട്ടവരത് ചെയ്യട്ടെ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോർമലായിട്ടുള്ള ആളുകൾ, അവർക്ക് മക്കളുണ്ടായാൽ മക്കളുടെ കാര്യവും നോക്കണം. ഈ ജനിപ്പിച്ചു എന്ന് പറയുന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിലെ എബ്രായ ഭാഷയിലെ പല വാക്കുകളും പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസിനാണ് ഉപയോഗിക്കുന്നത്. ജനിപ്പിച്ചു വളർത്തി എന്ന് പറയുന്നതിന് തുല്യമായ ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ സംഭവിച്ച കാര്യമായിട്ടല്ല. മക്കളെ ജനിപ്പിച്ചു, അവരെ വളർത്തി, നോർമൽ. അതൊക്കെ അത്യാവശ്യമാണ്. പക്ഷേ ദൈവത്തോട് കൂടെ നടന്ന് ഹാനോക്ക് ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. അന്നത്തെ കാലഘട്ടം വെച്ച് നോക്കിയാൽ ഇറ്റ് വാസ് വെരി സ്മോൾ ടൈം. ഇപ്പം നമുക്ക് 365 വലിയ വർഷമായിട്ട് തോന്നിയാലും അന്നെല്ലാവരും 900 വർഷത്തിൽ കൂടുതലൊക്കെ ജീവിക്കുന്നവരാണല്ലോ. അങ്ങനെ 900 വർഷത്തിൽ കൂടുതൽ ജീവിക്കുന്നവരുടെ ഇടയിൽ 365 സംവത്സരം ജീവിച്ച ഹാനോക്ക് എടുക്കപ്പെട്ടപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് എന്തായിരിക്കും? പാപം, നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്നാ കാര്യം? ചെറുപ്പത്തിലേ മരിച്ചുപോയി, അല്ലെങ്കിൽ ചെറുപ്പത്തിലേ പോയി. അന്ന് ചെറുപ്പമാണ്. 365 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പമാണ്. 90 വയസ്സുള്ള അപ്പനും 95 വയസ്സുള്ള മോനും ഇടയ്ക്കൊരാൾ 30 വയസ്സിലോ 35 വയസ്സിലോ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുന്നത്? ചെറുപ്പത്തിലേ പോയെന്നാണ് പറയുന്നത്. അങ്ങനെ ഹാനോക്കിനെ കുറിച്ച് ആളുകൾ ഒരുപക്ഷെ പറഞ്ഞു കാണും. പിന്നെ എത്ര വർഷങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എത്ര വർഷങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുന്നു. ഞാൻ മിഷണറിമാരുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും ജിം എലിയട്ടിൻ്റെ സ്റ്റോറി പറയാറുണ്ട്. ജിം എലിയട്ട് തീരെ ചെറിയ പ്രായത്തിൽ ഔക്ക ജാതിക്കാരുടെ ഇടയിൽ സൗത്ത് അമേരിക്കയിൽ വൊഡോണി എന്ന് പറയുന്ന ട്രൈബിൽ പോയി സുവിശേഷം അറിയിക്കാൻ പോയതാണ്. വേറെ 4 പേരും കൂടെയാണ് പോയത്. സുവിശേഷം അറിയിക്കാൻ പോലും പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ അവർ കുന്തമെറിഞ്ഞ് ഈ 5 പേരെയും കൊന്നു കളഞ്ഞു. ജിം എലിയട്ട് അന്ന് കല്യാണം കഴിച്ചു, ഒരു കൊച്ചുണ്ട്, ഒരു കുഞ്ഞുമുണ്ട്. അവർ വന്നിട്ടില്ല. ഇത് വൊഡോണി ട്രൈബിൽ വെച്ച് നടന്ന ഒരു കാര്യമാണ്. സുവിശേഷം പറയാൻ പോലും പറ്റിയില്ല അതിനു മുമ്പ് തന്നെ. ജിം എലിയട്ടിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ ഡയറി കണ്ടു. ഡയറിയിൽ വൊഡോണിയിലേക്ക് പോകുന്നതിന് മുമ്പ്, ട്രൈബിലേക്ക് പോകുന്നതിന് മുമ്പ് ജിം എലിയട്ട് എഴുതി വച്ചിരുന്നൊരു കാര്യമുണ്ട്. ലോർഡ്, ഐ എം നോട്ട് ആസ്കിങ് യു ടു ഗിവ് മീ എ ലോങ് ലൈഫ്, ബട്ട് എ ഫുൾ ലൈഫ് ലൈക്ക് യുവേഴ്സ്. കർത്താവേ, ഞാൻ ആവശ്യപ്പെടുന്നത് ഒരു ദീർഘായുസല്ല, പ്രത്യുത
പൂർണ്ണതയുള്ള ഒരു ആയുസ്സാണ്. എന്നിട്ട് പറയാണ് നിൻ്റേതുപോലെ. യേശുവിൻ്റെ ജീവിതം നോക്കിയാലും 33.5 വയസ്സ് വരെയല്ല ജീവിച്ചുള്ളൂ. പക്ഷേ കർത്താവ് പറഞ്ഞു നിർത്തുന്ന വാചകം എന്താണ്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ദൈവം ഫലമേൽപ്പിച്ച പ്രവൃത്തി നിവൃത്തിയായി എന്ന് പറഞ്ഞാണ് കർത്താവ് മരിക്കുന്നത്. കാരണം ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിർവഹിച്ചു. ജിമ്മലിയട്ടിനെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ച ശുശ്രൂഷ ജിമ്മലിയട്ടിലൂടെ കർത്താവ് നിവർത്തിച്ചു. എല്ലാവരും പറഞ്ഞു അവരൊരു പരാജയമായി. ഈ 5 പേര് അവിടെ പോയി മരിച്ചതൊരു പരാജയമാണെന്ന് പറഞ്ഞു. പക്ഷെ പരാജയമായില്ല. ജിമ്മലിയട്ടിന് ശേഷം ജിമ്മലിയട്ടിൻ്റെ ഭാര്യ മിഷനിൽ പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. ഉടനെ അവർ മിഷൻ ആൾക്കാർ തന്നെ പറഞ്ഞു, ലിസ്, നിൻ്റെ ഭർത്താവിനെ കൊന്നവർ നിന്നെ കൊല്ലും, നീ പോകരുത്. ഉടനെ എലിസബത്ത് എലിയട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, എ ഫിലോസഫി ദാറ്റ് ഈസ് നോട്ട് വർത്ത് ഡൈയിങ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. മരിക്കാൻ കൊള്ളാത്ത ഒരു സന്ദേശം ജീവിക്കാനും കൊള്ളത്തില്ല. ഇറ്റ് ഈസ് വർത്ത് ഡൈയിങ്. അവർ പോയി. അതോടൊപ്പം നൈറ്റ് സെയിൻസിൻ്റെ അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന പൈലറ്റുണ്ട്. ആ പൈലറ്റിൻ്റെ സഹോദരിയും ഇവർ പോയി. അവിടെ പോയി സുവിശേഷം അറിയിച്ചു. അവരെ ആരും കുത്തിക്കൊന്നില്ല. ആ ട്രൈബ് മൊത്തമായിട്ട് രക്ഷിക്കപ്പെട്ടു വന്നു. എന്ന് തന്നെയല്ല, ജിമ്മലിയട്ടിനെ കുന്തമെറിഞ്ഞു കൊന്ന വ്യക്തി, അയാളും രക്ഷിക്കപ്പെട്ടു. അയാൾ അവിടെ ഉണ്ടായ പുതിയ സഭയുടെ ശുശ്രൂഷകനായി. ഞാൻ വായിച്ചിട്ടുള്ളത്, നൈറ്റ് സെയിൻസിൻ്റെ മകൻ രക്ഷിക്കപ്പെട്ട് പ്രായമായ അല്ലെങ്കിൽ വളർന്നപ്പോൾ അവന് ബാപ്റ്റിസം കൊടുത്തത് അവൻ്റെ അപ്പനെ കൊന്ന വ്യക്തിയാണ്. അത്രയ്ക്കും ദൈവം ഇടപെട്ടു. ആ ജീവിതം ഹാനോക്കിൻ്റെ ജീവിതം പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു ജീവിതം. നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ദൈവം മനുഷ്യർ പറയുമോ? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ, ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അപ്പോൾ ഒരുമിച്ച് നടക്കണമെങ്കിൽ തമ്മിൽ ഒക്കണം. നമുക്ക് ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ ദൈവത്തോടൊക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. വിശുദ്ധനായ ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ വിശുദ്ധിയുടെ ഒരു ജീവിതമായിരിക്കണം നമ്മളുടേത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, നോഹ ദൈവത്തോടു കൂടെ നടന്നു. അവരുടെ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധമായ ജീവിതമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കും ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയും. പക്ഷേ ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ ദൈവത്തിന് യോജിക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്, ഞാൻ ചിലപ്പോൾ ഭാവനയിൽ, ബേസിക്കലി എൻ്റെ മൈൻഡ്, ഞാൻ പഠിച്ചതൊക്കെ ജേർണലിസം, അതുകൊണ്ട് എൻ്റെ മൈൻഡിൽ ഒത്തിരി ഭാവനകൾ കടന്നു വരും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, കർത്താവും ഹാനോക്കും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം നടന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ പോയി ഒരു ദിവസം അങ്ങ് നടന്ന് തിരികെ വരുന്നതിന് പകരം അങ്ങോട്ടങ്ങ് നടന്ന് പോയി. ഇപ്പോൾ രാത്രിയാകാറായപ്പം ദൈവം പറഞ്ഞു, ഹാനോക്കേ, നീ ഇപ്പം നിൻ്റെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയാടാ, ഇനി നീ തിരിച്ചു പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും, എൻ്റെ വീട് കുറച്ചുകൂടെ അടുത്താ, ഇനി പോരടാ എന്ന് പറഞ്ഞു. അങ്ങ് കൊണ്ടുപോയി. ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ആൻഡ് ഹീ വാസ് നോട്ട് എന്നവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൂടെ നടന്ന് അവൻ ഇല്ലാതെയായി എന്ന് പറയുന്നതിന് തുല്യമോ? അതായത് ദൈവത്തിൻ്റെ കൂടെ നടന്ന് പിന്നെ ഭൗമികമായ മോഹങ്ങളും താല്പര്യങ്ങളും ഒന്നും, ജഡത്തിൻ്റെ ഒരു ഇച്ഛയും അവനിലില്ലാതെയായി.
ഒരുപക്ഷെ ദൈവം പറഞ്ഞു കാണും, വേദോസത്തിൽ എഴുതിയിട്ടില്ല. മോനെ, ഇനി നിനക്ക് ഭൂമി ജീവിക്കുന്ന വലിയ പാടാടാ, നീ ഇങ്ങ് പോരെ, നിനക്ക് ഇവിടെ നല്ലത് എന്ന് പറഞ്ഞ് അവനെ എടുത്തുകൊണ്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായി, ഇല്ലാതെയായി. പ്രിയമുള്ളവരെ, ദൈവത്തോട് കൂടെ നടക്കാൻ ഓരോ നിമിഷങ്ങളിലും തമ്മിലൊത്താൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. നീ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ നമ്മളോട് തന്നെ നമ്മളൊന്ന് ചോദിച്ചേ, ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവനോട് യോജിക്കുവാൻ കഴിയുന്നുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന സാക്ഷ്യം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നിനക്ക് ഹാനോക്കാകാൻ പറ്റുമോ? യെസ്, ഹാനോക്കാകാൻ പറ്റും. ദൈവത്തോട് ചേർന്ന് നടന്നാൽ മതി.